ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു ദിവസമാണ്. ദൈവിക നന്മയുടെ അനുഗ്രഹങ്ങളുടെ ഒക്കെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചന സന്ദേശങ്ങൾ, ഇതിലൂടെ കേൾക്കാൻ പോകുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനകൾ, ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. അത് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. പക്ഷേ പ്രാരംഭമായിട്ട് ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മരുടെ നിന്ന് ബീന ഗ്രേസി മാത്യുവിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകന് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനും ജോലി ലഭിക്കുവാനും അങ്ങ് കൃപ ചെയ്യണമേ കർത്താവെ. മകളുടെയും കൊച്ചുമക്കളുടെയും കർത്താവെ നല്ല ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൊല്ലത്ത് നിന്ന് ടി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ, ജോലിയിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബറോഡയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഏപ്രിൽ 11 ജന്മദിനമാണല്ലോ, അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. ഇതുവരെ ലഭിച്ച സകല നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഡയബറ്റീസ് നിന്ന് പരിപൂർണമായ സൗഖ്യവും അങ്ങ് കൊടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. മകളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു കുഞ്ഞിനെ ലഭിച്ചല്ലോ കർത്താവെ, അതിൻ്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിട്ടുള്ളത്. കർത്താവ് ഇനിയും നന്മകളും അനുഗ്രഹങ്ങളും അവർക്ക് നൽകണമേ. ഇളയ മകന് നല്ലൊരു ജോലി എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്നുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, UAE നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ജോലി യേശുവിൻ്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഏപ്രിൽ 13 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ രാജധാനി ഓഡിറ്റോറിയം, കോട്ടക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് 2019 മെയ് 1 ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ. റവറന്റ് ജോൺസൺ വി, പാസ്റ്റർ സിന്ത്യ ജോൺസൺ, ബ്രദർ ഡാമിയൻ ആന്റണി, സിസ്റ്റർ ക്ഷമ ഡാമിയൻ നയിക്കുന്ന ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക. കോൾ 0484 422 101. ഏപ്രിൽ 22, 23 തീയതികളിൽ ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ചിൽ വണ്ടർ കിഡ്സ് സമ്മർ സ്പ്ലാഷ് 2019 LKG മുതൽ 9ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ആനന്ദത്തിന്റെ 2 ദിനങ്ങൾ. വർഷിപ്പ്, ഇന്ററാക്റ്റീവ് ബൈബിൾ ക്ലാസ്സസ്, വീഡിയോ ലെസൺസ് ആൻഡ് ഗെയിംസ്. കോൾ 0484 422 101. യൗവനക്കാരായ എല്ലാവർക്കുമായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗായ യൂത്ത് അൺലിമിറ്റഡ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഏപ്രിൽ 20 ശനിയാഴ്ച രാവിലെ 9 മുതൽ 3:30 വരെ. നിങ്ങളുടെ യൗവനകാലം ഒരാഘോഷമാക്കൂ. ബ്രദർ ഡാമിയൻ ആന്റണിയും നെഹമായ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 8111996001. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്റർ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. ഒരു കൊച്ചു സന്ദേശമാണ് നിങ്ങളോട് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം വായിക്കാം. മാത്യു 12 verse number 20. A bruised reed he will not break, and a smoldering wick he will not snuff out, till he has brought justice through to victory. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. യേശുവിൻ്റെ ശുശ്രൂഷ കാലത്ത് തൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ അങ്ങോട്ട് എന്തിനു പറയുന്നു, യേശുവിൻ്റെ അമ്മ
മറിയയുടെ ഗർഭധാരണം മുതൽ അങ്ങോട്ട് യേശുവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും വരെ സകലവും പഴയ നിയമ പുസ്തകങ്ങളിൽ എഴുതിയിരുന്നു, പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. ഏകദേശം കുറഞ്ഞത് 4000 വർഷമെങ്കിലും അങ്ങനെയുള്ള പ്രവചനങ്ങളുണ്ടായിരുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രവചനമാണ് പണ്ട് പ്രവാചകൻ പ്രവചിച്ചത് യേശുവിൻ്റെ ജീവിതത്തിൽ നിറവേറി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. അവിടെ പറയുന്ന ഇതാണ്: ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയേയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയേയില്ല. എല്ലാവരും ചേർന്ന് പറയാമോ? ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. ഇതൊരു പ്രവാചകൻ പറഞ്ഞത്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, യേശുവിൻ്റെ ശുശ്രൂഷയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഇവിടെ ഓട എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ റീഡ് എന്നാണ്. റീഡ്, ഓട, ഓടത്തണ്ട്. പ്രധാനമായും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചുമ്മാ ഒരു ഓടത്തണ്ട് മാത്രമല്ല, ഓടക്കുഴലാണ്. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഓടക്കുഴൽ. ഓടക്കുഴൽ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? അത് വായിക്കാൻ അറിയില്ലെങ്കിലും ചുമ്മാ ഒന്ന് ഊതിയിട്ടുള്ള എത്ര പേരുണ്ട്? ചുമ്മാ ഒന്ന് ഊതി അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത്, കുട്ടിയായിരുന്ന സമയത്ത്, ഞങ്ങളുടെ നാട്ടിൽ പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ അവിടെ ഓടക്കുഴൽ വയ്ക്കാൻ വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സാധനം. അപ്പോൾ ഒരെണ്ണം ഓടിപ്പോയി ഒരെണ്ണം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകും. വായിക്കാനൊന്നും അറിയില്ല, പക്ഷേ കുറേ നേരം അതിങ്ങനെ വായിച്ചുകൊണ്ട് നടക്കും. ഒരു ദിവസം സംഭവിച്ചത്, ഞാൻ എവിടെയോ ഈ ഓടക്കുഴൽ വെച്ച് പോയി തിരിച്ചു വരുമ്പോൾ ആരോ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയോ എന്തോ ചെയ്തു, അതങ്ങ് പൊട്ടിപ്പോയി. ഇനി ഇത് കിട്ടണമെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റേഷനറി കടയിലോ സാധാരണ ഒരു സ്ഥലത്തോ അന്നത്തെ കാലത്ത് ഇത് കിട്ടില്ല. ഇനി അടുത്ത വർഷം വല്ല പെരുന്നാൾ, പള്ളിയിൽ പെരുന്നാൾ വന്നാൽ ഇത് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്തത്, ഒരു ചെമ്പിൻ്റെ കമ്പി എടുത്തിട്ട്, സ്ലാഗ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സാധനം എടുത്ത് അതിനെ ചുറ്റിക്കെട്ടി അതിനെ പിരിച്ച് കുറച്ച് ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ച് വീണ്ടും അത് വായിക്കുന്നത്. സൗണ്ടൊക്കെ ഇത്തിരി മാറി, എന്നാലും കുറച്ചൊക്കെ വരുന്നുണ്ട്. പ്രവാചകൻ പ്രവചിച്ചത് ഇതിനെക്കുറിച്ചാണ്. ഒരു ഓടക്കുഴൽ വളരെ നന്നായിരിക്കുമ്പോൾ അത് വായിക്കാൻ അറിയാവുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ വളരെ നല്ല സംഗീതം അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് ഉടഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റിൻ്റെ സൗണ്ട് മാത്രമേ വരൂ, അതിൽ നിന്നൊരു ഓടക്കുഴലിൻ്റെ നാദം പുറത്തു വരികയില്ല. യേശുവിനെ കുറിച്ച് പ്രവാചകൻ പ്രവചിക്കുകയാണ്, ഒരു ഓടക്കുഴൽ ഉടഞ്ഞു പോയാൽ അതിനെ ഒടിച്ച് തീയിലേക്ക് കളയാതെ അതിനെ വീണ്ടും റിപ്പയർ ചെയ്ത് എടുക്കുന്നവനായിരിക്കും യേശു കർത്താവ്. ചതഞ്ഞ ഉടഞ്ഞ ഓടയെ അവൻ ഒടിച്ചു കളയുകയില്ല, ഉപേക്ഷിച്ച് കളയുകയില്ല, വീണ്ടും അതിനുപയോഗിക്കും. അന്നത്തെ പശ്ചാത്തലം അല്പം കൂടെ പറയാം. അന്നത്തെ കാലത്ത് ഈ ഓടക്കുഴൽ അധികവും വായിച്ചുകൊണ്ടിരുന്നത് ആട്ടിടയന്മാരാണ്. ഇടയന്മാർ അവിടെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി വിട്ട ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കും. അവർക്കൊരു നേരം പോക്കുമാണ്. ആ ഓടക്കുഴലിൻ്റെ സംഗീത സാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ആടുകൾ മേഞ്ഞു നടക്കുന്നത്. ദാവീദിൻ്റെയൊക്കെ കാര്യത്തിലും ഇതുപോലുള്ള പല ഉപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ മേച്ചിൽപ്പുറങ്ങളിൽ ഇരുന്ന് വായിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബൈബിളിലുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. ഇനി പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് എൻ്റെ ചങ്കിൻ്റെ അകത്ത് കർത്താവ് തന്നിട്ടുണ്ട്. അത് നിങ്ങളെക്കുറിച്ചാണ്. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി നിങ്ങളോട് എനിക്കൊരു സന്ദേശം പറയാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ജീവിതം ഉടഞ്ഞുപോയ ഓടക്കുഴൽ പോലെയാണ്. ശരിയായ സംഗീതം പുറത്തു വരുന്നില്ല, ശരിയായ പാട്ട് പുറത്തു വരുന്നില്ല, ശരിയായ ശബ്ദം വെളിയിൽ വരുന്നില്ല. നിൻ്റെ ജീവിതം തകർന്നിരിക്കുകയാണ്, ഉടഞ്ഞിരിക്കുകയാണ്. ഒരു പാട്ട് പാടാൻ നിനക്ക് മനസ്സില്ല, നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ജീവിതം തകർന്നിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശു എന്ന ഒരു രക്ഷകൻ ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവലിൽ ഹാജരുണ്ട്. അവൻ നിൻ്റെ ഉടഞ്ഞ ജീവിതത്തെ കയ്യിലെടുത്ത് അതിനെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് റെഡിയാക്കി
വീണ്ടും ഒരു സംഗീതം പുറപ്പെടുവിക്കുവാൻ, വീണ്ടും ആനന്ദം തിരിച്ചു കൊണ്ടുവരുവാൻ ആ ശുശ്രൂഷയുമായി യേശു ഇവിടെ നിൽപ്പുണ്ട്. ആ യേശുവിന് കൈയടിക്കാമെങ്കിൽ കൈയടിക്കാം. കൈയടിക്കുന്നതോടൊപ്പം യേശുവിനോട് പറയണം, വെൽക്കം ജീസസ്. യേശുവെ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. വരണം, എൻ്റെ ജീവിതത്തിലെ തകർച്ചകളെ അങ്ങ് പണിയണം. എന്നോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളാൽ, പ്രത്യേകിച്ച് ചില വ്യക്തികളിൽ നിന്ന് നീ അനുഭവിച്ച പ്രശ്നങ്ങളാൽ മാനസിക നില ഏകദേശം തെറ്റിയോ തെറ്റിയില്ലയോ എന്ന അവസ്ഥയിലിരിക്കുന്ന ചിലർ ഇതിന് മധ്യത്തിലുണ്ട്. വ്യക്തമായി എൻ്റെ ഉള്ളിൽ എനിക്കറിയാം. എന്നാൽ അവരുടെ ജീവിതത്തെ കർത്താവ് റിപ്പയർ ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു, കൈയടിക്കാമെങ്കിൽ കൈയടിച്ചു, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു. അങ്ങനെയുള്ള അനുഭവത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിൻ്റെ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെ തോന്നുന്നു എൻ്റെ സമനില തെറ്റുകയാണ്, ചിന്തകൾ നിയന്ത്രണം വിട്ടുപോകുന്നു, പിടിച്ചിടത്ത് നിൽക്കുന്നില്ല, ജീവിതം എങ്ങോട്ടോ പോവുക, നിങ്ങൾ പുറകെ പോവുക. എന്നാൽ ഇന്ന് യേശു അവരുടെ ജീവിതത്തിൽ കൈവച്ച് കഴിഞ്ഞു. അവരുടെ ജീവിതത്തിൽ യേശു പ്രവേശിച്ചു കഴിഞ്ഞു. കുറച്ചുകൂടി വ്യക്തമാക്കാം, അവരുടെ ജീവിതത്തിൽ യേശു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങാം. എന്നോടല്ല, അടുത്തിരിക്കുന്ന ആളോടല്ല, യേശുവിനോട് പറയാൻ തുടങ്ങും, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു റിപ്പയർ വർക്ക് ആവശ്യമാണ്. ഞാൻ ചില സ്ഥലങ്ങളിൽ എനിക്ക് താളം തെറ്റി, എൻ്റെ ചില ജീവിതത്തിൻ്റെ മേഖലകൾ ഉടഞ്ഞുപോയി, തകർന്നുപോയി. അങ്ങ് പണിയണമേ. ഒരു കൈ നെഞ്ചിൽ വെച്ച് ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ മുൻനിര മുതൽ അങ്ങോട്ട് പരിശുദ്ധാത്മാവ് പ്രത്യേകമായ നിലയിൽ വെള്ളത്തിൻ്റെ മുകളിൽ പരിവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലക്കുള്ളിൽ കരച്ചിൽ വരുന്നുണ്ട്, എനിക്കറിയാം. അത് അടക്കിയൊന്നും പിടിക്കേണ്ട. യേശുവിൻ്റെ മുമ്പിലാണോ കരഞ്ഞോ, ധൈര്യമായിട്ട് കരയാം, പ്രയോജനം ഉണ്ടാകും. മനുഷ്യരുടെ മുമ്പിൽ, ഞാൻ സാധാരണ പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ മോങ്ങിക്കരയുന്നതിനേക്കാൾ യേശുവിൻ്റെ മുമ്പിൽ തേങ്ങിക്കരയുന്നതാണ് നല്ലത്. ദൈവസന്നിധിയിൽ കണ്ണുനീർ പൊഴിച്ച് കരഞ്ഞു, കർത്താവേ, എനിക്ക് ഈ അവസ്ഥയിൽ ഒരു മാറ്റം വരണം, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. ഉടഞ്ഞുപോയ ഒരു ഓടക്കുഴൽ പോലെ ആയിരിക്കുന്ന എൻ്റെ ജീവിതത്തെ കർത്താവ് ഒന്ന് പണിതെടുക്കണമേ. വീണ്ടും ഒരു പാട്ട് പാടാൻ, വീണ്ടും അങ്ങയെ സ്തുതിക്കാൻ, വീണ്ടും സാക്ഷ്യങ്ങൾ പറയാൻ, വീണ്ടും ദൈവത്തെ സ്തുതിക്കാൻ, വീണ്ടും അങ്ങയെ ശുശ്രൂഷിക്കുവാൻ, വീണ്ടും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, വീണ്ടും എഴുന്നേറ്റ് നിന്ന് നട്ടലോടെ ദൈവം ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു എന്ന് സാക്ഷ്യം പറയാൻ ഞാൻ തയ്യാറാണ്. കൈകൾ ഉയർത്തി ഉറക്കെ പറയാം, പരിശുദ്ധാത്മാവേ. ഉറക്കെ പറയാം, പരിശുദ്ധാത്മാവേ. ഉറക്കെ പറയാം, പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തെ അങ്ങ് പണിയണമേ. എൻ്റെ ജീവിതത്തെ അങ്ങ് പണിയണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തെ അങ്ങ് പണിയണമേ. ആമേൻ. കൈകൾ താഴെയിടാം. അടുത്ത ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് എന്താ പറഞ്ഞത്? ചതഞ്ഞ ഓടയെ അവൻ ഒടിച്ചു കളയയില്ല. 2, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയയില്ല. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയയില്ല. ആരെ കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കുറിച്ച്, യേശുവിൻ്റെ ശുശ്രൂഷയെ കുറിച്ചാണ് പറയുന്നത്. യേശു 2 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന്, ഉടഞ്ഞ ഓടയെ അവൻ ഒടിച്ചു കളയും, തകർന്ന ഓടയെ, ചതഞ്ഞ ഓടയെ അവൻ ഒടിച്ചു കളയില്ല. രണ്ടാമത്തേത്, പുകയുന്ന തിരിയെ അവൻ കെടുത്തുകയില്ല. ശുശ്രൂഷയുടെ മറ്റൊരു വശമാണ് ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വിക്ക്, WICK, വിക്ക് എന്ന ഒരു പദമാണ്. വിക്ക്, ആ തീനാളം, ആ തിരി, അതിനെ കർത്താവ് ഒരിക്കലും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പുകയുന്ന വിളക്ക് എത്ര പേർ കണ്ടിട്ടുണ്ട്? എണ്ണ തീർന്നുപോയി, തിരി മാത്രം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അനുഭവം എന്താണ്? തിരി മാത്രം കത്തിയാൽ ഒരു ദുർഗന്ധം പുറത്തേക്ക് വരും. ശരിയായ നിറമുള്ള വെളിച്ചമുള്ള തീയ് അതിൽ നിന്ന് വരികയില്ല. എണ്ണ ഉള്ളപ്പോഴാണ് ജ്വലിച്ച് വെളിച്ചത്തോടുകൂടെ പ്രകാശത്തോടുകൂടെ അതിങ്ങനെ കത്തുന്നത്. എന്നാൽ അതില്ലെങ്കിൽ, അതിനകത്ത് എണ്ണയില്ലെങ്കിൽ, തിരി മാത്രം, ആ തുണി മാത്രം, ആ നൂലുകൾ മാത്രം കത്തും.
എത്ര പേർ അത് കണ്ടിട്ടുണ്ട്? എത്ര പേർ അങ്ങനെയുള്ള ദുർഗന്ധം അനുഭവിച്ചിട്ടുണ്ട്? പരിശുദ്ധാത്മാവ് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ജീവിതം ഇതുപോലെയാണ്. എണ്ണയില്ല, ഇന്ധനമില്ല, തിരി കത്തുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്നും ദുർഗന്ധം മാത്രമേ ഉള്ളൂ. ഒരു സുഗന്ധം പരക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകാൻ, ക്രിസ്തുവിൻ്റെ പരിമളമാകാൻ വേണ്ടിയാണ് കർത്താവ് നിന്നെ വിളിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങളുടെ പേര് യേശുവിന് അറിയാമെന്ന്? 2, നിങ്ങളുടെ പേര് മാത്രമല്ല, യേശുവിന് നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം അറിയാമെന്ന് എത്ര പേർക്കറിയാം? സംശയം ഉണ്ടെങ്കിൽ 139 സങ്കീർത്തനം ആദ്യത്തെ 3 വാക്യങ്ങൾ എടുത്തങ്ങ് വായിച്ചാൽ മതി. സംശയം അങ്ങ് മാറും. നിന്റെ എല്ലാ കാര്യവും, അങ്ങോട്ട് തിരിയുന്നത്, ഇങ്ങോട്ട് തിരിയുന്നത്, ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, നാവിലുള്ള വാക്കുകൾ, ചിന്തകൾ എല്ലാം അറിയാമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 139 സങ്കീർത്തനം ആദ്യത്തെ വചനങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. എഴുതി വെച്ചോ, എവിടെയെങ്കിലും കുറിച്ച് വെച്ചോ. ദൈവത്തിന് നമ്മുടെ എല്ലാ വിശേഷങ്ങളും അറിയാം, നമ്മളെ വിവരങ്ങളെല്ലാം അവനറിയാം. ഇവിടെ നോക്ക്, നമ്മുടെ A to Z എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഡേറ്റാ ബേസിലുണ്ട്. കർത്താവിന് ഇതെല്ലാം അറിയാം. കൈകളടിച്ചു യേശുവിന് നന്ദി പറയാം. സദൃശ്യവാക്യങ്ങൾ 20-27 വായിക്കുമ്പോൾ, The human spirit is the lamp of the Lord that sheds light on one's inmost being. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. മനുഷ്യന്റെ ആത്മാവ്. എത്ര പേർക്ക് നിങ്ങളുടെ അകത്തൊരു ആത്മാവുണ്ടെന്ന്? ഈ ശരീരത്തിനുള്ളിൽ നിത്യമായ, മരിച്ചാലും മരിക്കാത്ത ഒരാത്മാവുണ്ട്. ആ ആത്മാവ് ദൈവത്തിൻ്റെ കയ്യിലെ വിളക്കാണ്. എന്ന് വെച്ചാൽ ദൈവം കത്തിക്കുന്നത് നമ്മുടെ അകത്തുള്ള ആത്മാവിനെയാണ്. ഹല്ലേലൂയ. അവിടെയാണ് ഒരു ദീപം കർത്താവ് തെളിയിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ആ എണ്ണ നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ അകത്ത് ഒരു ജ്വലനം ആരംഭിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. പ്രകാശം നഷ്ടപ്പെട്ട ചിലർ ഇവിടെ ഉണ്ട്. കത്തുന്നില്ല, ആത്മാവിൽ ജ്വലനങ്ങളില്ല, പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല, ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നില്ല. എവിടേക്കോ പിന്മാറ്റത്തിൽ പോയ അനുഭവങ്ങൾ. ഒരിക്കലും ഒരുപക്ഷെ നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു കാണും, പ്രാർത്ഥനയിൽ ഉത്സാഹം ഉണ്ടായിരുന്നു, ബ്ലെസ്സിങ് ടുഡേയിൽ വന്നിരുന്നു, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. ഈ ബ്ലെസ്സിങ് ടുഡേയൊക്കെ TV-യിലൊക്കെ കാണുമ്പോൾ എന്തോ അകത്ത് സംഭവിക്കുന്നത് പോലെ ഒരു ചലനം ഉണ്ടായിരുന്നു. ഈയിടെ ഒന്നുമില്ല. ഇതൊക്കെ ഇത് എത്ര പ്രാവശ്യം കേട്ടില്ല? എല്ലാ ദിവസവും ബ്രദർ പറയുന്നതല്ലേ, ബൈബിളിലുള്ള കാര്യം തന്നെയല്ലേ പറയുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, അതിനപ്പുറത്തോട്ടൊന്നുമില്ലല്ലോ. ഇതൊക്കെ നമ്മൾ എത്രയോ കേട്ടതാണ് എന്ന തോന്നലുണ്ടെങ്കിൽ ഇന്ധനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എണ്ണ തീർന്നുപോയി, നിന്നെ ഒന്നും സ്പർശിക്കുന്നില്ല, നിന്റെ അകത്തൊരു കത്തലില്ല, ജ്വലനമില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിന്റെ ദീപത്തെ അവൻ കത്തിക്കുന്ന ദിവസമാണ്. വേണ്ടവരൊക്കെ കൈകളടിച്ച് ആ അഭിഷേകത്തിന്റെ എണ്ണ പാത്രത്തിലേക്ക് നിറച്ചോ. കൈകൾ വലിച്ചടിക്കാവുന്ന അത്രയും വലിച്ചടിച്ച് ഉച്ചത്തിൽ സ്തുതിച്ച് അഭിഷേകം വേണം കർത്താവേ. പറ. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ആൻറ്റിയുടെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളും തൻ്റെ ഭർത്താവും 2 ആൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. 2014 ആൻറ്റി സാധാരണ ഒരു കൂലിവേല ചെയ്യുന്ന ഒരാളാണ്. റബ്ബർ വെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആൻറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2016 ഒരു ദിവസം ജോലി കഴിഞ്ഞ് താൻ വന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി. തൻ്റെ നടുവിന് കാര്യമായ തകരാറുള്ളത് തനിക്ക് അനുഭവിക്കാനിടയായി. തുടർന്ന് താൻ ട്രീറ്റ്മെൻറ്റിനെല്ലാം കടന്നു ചെന്നു. ഏകദേശം ആൻറ്റി പറഞ്ഞിങ്ങനെയാണ്, 3 പ്രശസ്തമായ 3 ഹോസ്പിറ്റലിൽ ചെന്നെങ്കിലും അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് തൻ്റെ കശേരുക്കൾ, ഡിസ്കുകൾ അടുത്തത് മൂലം തനിക്കിനെ എഴുന്നേറ്റ് നടക്കാൻ സാധ്യമല്ല, തുടർന്ന് ജോലികൾ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, കിടപ്പായിരിക്കുന്നു എന്നാണ് പറഞ്ഞു വിട്ടത്. തുടർന്ന് ആൻറ്റി ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സഹോദരിയാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം പരിചയപ്പെടുത്തിയത്. തുടർന്ന് ആൻറ്റി നമ്മുടെ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം താൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ശാരീരികമായിട്ട് പ്രശ്നം അനുഭവിക്കുന്ന ഒരാളെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. താൻ അത് വിശ്വസിച്ചു. തുടർന്ന് പിറവത്ത് നടന്ന ഫെസ്റ്റിവലിലും താൻ വന്ന് പങ്കെടുക്കാനിടയായി. താൻ ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുത്തപ്പോൾ അന്ന് താനൊരു വാക്കർ ഉപയോഗിച്ചാണ് താൻ നടന്നു വന്നത്.
തൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും തനിക്ക് സാധ്യമല്ലായിരുന്നു. പരസഹായം തനിക്ക് ആവശ്യമായിരുന്നു. എന്നാൽ ആ ഫെസ്റ്റിവൽ കഴിഞ്ഞ് താൻ മടങ്ങിപ്പോയത് പൂർണ്ണ ആരോഗ്യത്തോടെയാണ് താൻ മടങ്ങിപ്പോയത്. അന്ന് സഹോദരി ഇവിടെ വന്ന് ആ ഭാഗത്ത് ഇരുന്നിരുന്നു. പാസ്റ്റർ ബ്രദർ ആമീൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ ഇറങ്ങിച്ചെന്ന് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഇടയിൽ ആൻറ്റിക്ക് എന്തോ അനുഭവങ്ങൾ ഉണ്ടായത് എന്തായിരുന്നു എന്ന് പ്രാർത്ഥിച്ചു. ഒരു വിറയൽ പോലെ വരുന്നു. അപ്പോൾ പിന്നെ തന്നെ നടക്കുകയോ ചെയ്തത് ഞാൻ. അതിനു മുമ്പ് എത്ര നാളിങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട്? ശരിക്കും 8 മാസം കിടപ്പ് കിടന്നു. 8 മാസം കിടപ്പായിരുന്നു. അന്ന് ആ മീറ്റിങ്ങിന് വന്നത് ആരാ കൂടെ ഒന്ന് കൊണ്ടുവന്നത്? ഇവിടെ എൻ്റെ അമ്മയുടെ അനിയത്തി ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ അയൽവക്കത്തു നിന്നുള്ളവരുണ്ടായിരുന്നു. അവരാണ് കൊണ്ടുവന്നത് ഇങ്ങോട്ടേക്ക്. അതിനുശേഷം അന്ന് ആ പ്രാർത്ഥനയ്ക്ക് സമയത്ത് വിറവൽ അനുഭവപ്പെട്ടു. സഹോദരി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവ് വലിയ മാറ്റങ്ങൾ വരുത്തി. ഇല്ലേ, കർത്താവ് വലിയൊരു അത്ഭുതമാണ് അവരുടെ ജീവിതത്തിൽ, ആ സഹോദരിയുടെ ജീവിതത്തിൽ ചെയ്തത്. തുടർന്ന് അവർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞത് എങ്ങനെ സംഭവിച്ചെന്ന് അവർക്കറിയില്ല. കാരണം ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും മാറില്ല, ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു വിട്ട സ്ഥാനത്ത് അവർക്ക് പോലും അത്ഭുതമാകുന്ന രീതിയിൽ ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് അമ്മ പറയുന്നത്. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് 36 വർഷം തനിക്ക് തലവേദന ഉണ്ടായിരുന്നു. 2017 അതും പൂർണ്ണമായി മാറി എന്നാണ് പറയുന്നത്. 2017 അതും കർത്താവ് സൗഖ്യമാക്കി. തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവ് തൻ്റെ തലയിൽ നിന്ന് മുറുക്കി പിടിക്കും, അമർത്തി പിടിച്ച് താൻ ആ വേദന ഒന്ന് ശമിച്ചു കഴിയുമ്പോഴാണ് താൻ ഉറങ്ങുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ദൈവം തനിക്ക് കൊടുത്തു. മാത്രമല്ല തൻ്റെ മകന് സ്വന്തമായിട്ടൊരു വസ്തു വാങ്ങുവാൻ അതിന് വേണ്ട വഴികളെ തുറന്നു, അതിന് വേണ്ട സാമ്പത്തികം തുറന്നു കൊടുത്തു എന്നാണ് സാക്ഷ്യം പറയുന്നത്. ബൈബിൾ ബദരാമൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു കാര്യമാണ്, യേശുവിനെ കിട്ടിയാൽ എന്ന് പറയാമോ? യേശുവിനെ കിട്ടിയാൽ എന്ന് പറഞ്ഞ യേശുവിനെ കിട്ടിയാൽ യേശു ഒരു പാക്കേജ് പോലെയാണ് പിതാവാൻ ദൈവം നമുക്ക് തന്നേക്കുന്നത്. ഇപ്പോൾ ബദരാമൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ബിരിയാണി വാങ്ങിയാൽ പിന്നെ അച്ചാറോ അതിൻ്റെ കൂടെ സാലഡോ പപ്പടോ ഒന്നും ചോദിക്കേണ്ട, അതെല്ലാം കൂടെ വരുന്നു എന്ന് പറയുന്ന പോലെ യേശുവിനെ കിട്ടിയ ബാക്കി എല്ലാം അതോടുകൂടെ സകലതും നമുക്ക് കിട്ടും. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, പുത്രനെ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞ പിതാവാൻ ദൈവത്തിന് അവനോടുകൂടെ സകലതും തരാൻ കഴിയില്ലേ എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ചോദിക്കുന്നത്. ഒരു നിമിഷം ആൻറ്റിയുടെ നേരെ ഒന്ന് കൈകൾ നീട്ടിക്കൊണ്ടോ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ആൻറ്റി അനുഗ്രഹിക്കുന്നു. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കട്ടെ. ഇതുപോലെ കർത്താവ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോടും അപ്പോൾ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടും പ്രൊമോട്ടേഴ്സിനോടും വെൽവിഷേഴ്സിനോടും ഒക്കെയാണ്. നിങ്ങൾ ഇതുവരെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. വി ക്യാൻ വർക്ക് ടുഗദർ, വി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഫോർ ജീസസ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം തന്നെയാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി, അനുഗ്രഹങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകമായിട്ട് കർത്താവെ, ജീവിതത്തിൻ്റെ വല്ലാത്ത നിരാശയിലൂടെ കടന്നു പോകുന്നവർ, ഞാൻ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്, ഇലയെല്ലാം കൊഴിഞ്ഞുപോയ ഒരു വൃക്ഷം പോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല നന്മകൾ, പല അനുഗ്രഹങ്ങൾ, വ്യക്തികൾ, ബന്ധങ്ങൾ ഒക്കെയും കൊഴിഞ്ഞു പോയൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തളിർപ്പുകളില്ല എന്ന് ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള പല വ്യക്തികളുണ്ട് കേട്ടോ. ജീവിതത്തിൽ ചില പുതിയ തളിർപ്പുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി തരാൻ പോവുകയാണ്. പ്രത്യാശയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇപ്പോൾ പ്രത്യാശിക്കാൻ തുടങ്ങിയാലും ചില പുതിയ തളിർപ്പുകൾ ദൈവം നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് നൽകാൻ പോവുകയാണ്. കർത്താവ്, ഇപ്പോൾ ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തേ കർത്താവെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ അവർക്ക് പിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിയാത്ത ചില വ്യക്തികൾ, യേശുവിൻ നാമത്തിൽ അവരുടെ വിവാഹം ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി ഭവനമില്ലാത്ത വ്യക്തികൾ, സ്വന്തമായ ഭവനം അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികൾ ഈ സമയത്ത് സ്ക്രീനിലേക്ക് കൈകൾ നീട്ടാമോ? യേശുവിൻ്റെ നാമത്തിൽ
നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ വ്യാഴാഴ്ചയിലും നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ നടക്കുന്ന പ്രത്യേകമായ മീറ്റിംഗ് ആണ് മിറക്കിൾ സർവീസ് എന്ന പേരിലുള്ള മീറ്റിംഗ്. നാളെ വ്യാഴാഴ്ച മിറക്കിൾ സർവീസിൽ ബ്രദർ നെഹമായ ഡാമിയനാണ് സംസാരിക്കുന്നത്. പ്രത്യേകമായി എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഈ ശനിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. നാളത്തെ എപ്പിസോഡ് കാണാനായിട്ട് മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഏപ്രിൽ 13 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ രാജധാനി ഓഡിറ്റോറിയം, കോട്ടക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് 2019 മെയ് 1 തീയതി ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ. റവറന്റ് ജോൺസൺ വി, പാസ്റ്റർ സിന്ത്യ ജോൺസൺ, ബ്രദർ ഡാമിയൻ ആന്റണി, സിസ്റ്റർ ക്ഷമ ഡാമിയൻ നയിക്കുന്ന ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക. കോൾ 0484 422 101. ഏപ്രിൽ 22, 23 തീയതികളിൽ ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ചിൽ വണ്ടർ കിഡ്സ് സമ്മർ സ്പ്ലാഷ് 2019 LKG മുതൽ 9ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ആനന്ദത്തിന്റെ 2 ദിനങ്ങൾ. വർഷിപ്പ്, ഇന്ററാക്റ്റീവ് ബൈബിൾ ക്ലാസ്സസ്, വീഡിയോ ലെസൺസ് ആൻഡ് ഗെയിംസ്. കോൾ 0484 422 101. യൗവനക്കാരായ എല്ലാവർക്കുമായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് ആയ യൂത്ത് അൺലിമിറ്റഡ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഏപ്രിൽ 20 ശനിയാഴ്ച രാവിലെ 9 മുതൽ 3:30 വരെ. നിങ്ങളുടെ യൗവനകാലം ഒരാഘോഷമാക്കൂ. ബ്രദർ ഡാമിയൻ ആന്റണിയും നെഹമായ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 8111996001. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്റർ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ.